നിങ്ങൾ ചിന്തിക്കൂ, ഇവിടെ നിങ്ങൾ എന്തിനാണ് ജനിച്ചത്? ആഗ്രഹങ്ങളൊന്നും സാധിക്കാതെ കഷ്ടപ്പാടുകൾ സഹിച്ച് ലക്ഷ്യങ്ങൾ നേടുവാനാവാതെ ജീവിച്ച് മരിക്കാനോ? അല്ല. നിങ്ങൾക്കും ജീവിതത്തിൽ വിജയിച്ചേ തീരൂ. വിജയിക്കുവാൻ പറ്റും. വിചാരിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ വിജയിക്കില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. വിജയം ആരുടെയും കുത്തകയല്ല. ആർക്കും ഈ ലോകത്ത് വിജയിക്കുവാൻ കഴിയും. അതിനുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട്. അത് അറിയാതെ അത് കണ്ടെത്താനാവാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ സാധിക്കാത്തത് ഒന്നുമില്ല. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നില്ലെങ്കിൽ, തോറ്റുപോകുന്നുവെങ്കിൽ നിങ്ങളുടെ കഴിവ് നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നർത്ഥം. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ നിർബന്ധമായും നിങ്ങൾ മുഴുവനും കാണുക. ജീവിതത്തിൽ വിജയിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ ജനസംഖ്യയിൽ 1% മാത്രമാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നോക്കാം. തൻ്റെ കഴിവ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം. അത് മനസ്സിലാക്കിയാൽ, താൻ ആരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ പരാജയം എന്ന് ഒന്നുണ്ടാവില്ല. പരാജയപ്പെട്ടവർക്ക് ഒക്കെയും വിജയിക്കുവാൻ കഴിയും. അസാധ്യമായത് ജീവിതത്തിൽ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. കഴിവ് വളരെ കുറച്ചു പേർക്ക് മാത്രം ദൈവം തന്ന വരദാനമല്ല. എല്ലാവർക്കും കഴിവുണ്ട്. പക്ഷേ അത് കണ്ടെത്തുവാൻ ആവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ വിജയിക്കാത്തത്, ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്, പരാജയപ്പെട്ടുകൊണ്ട് ഒതുങ്ങിപ്പോകുന്നത്, എങ്ങനെയൊക്കെയോ ജീവിച്ച് തീർക്കുന്നത്. എന്നാൽ ജീവിതം അങ്ങനെയല്ല, വിജയിക്കുവാനുള്ളതാണ്. നിങ്ങളെ ആരും സഹായിക്കുന്നില്ലേ? ഒന്നിനും ഒരു കഴിവില്ലാത്തവനാണോ നിങ്ങൾ? എന്ത് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടം മാത്രമാണോ? എല്ലാ പ്രതീക്ഷയും നശിച്ചുകൊണ്ടിരിക്കുകയാണോ? ആഗ്രഹങ്ങൾ നടക്കുന്നില്ലേ? അങ്ങനെ തോന്നുന്നവർ മാത്രം ഇത് കേൾക്കുക. നിങ്ങൾക്ക് ബുദ്ധിയും വൈദഗ്ധ്യവും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ടാലൻറ്റും എബിലിറ്റിയും ഇല്ലെന്ന് ധാരണയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് കേട്ടിരിക്കണം. ഇനിയൊരു തീരുമാനം എടുത്തേ പറ്റൂ. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ആശങ്കകളും അകറ്റുവാൻ ഇന്ന് തന്നെ ശ്രമിക്കണം. അതിനായി നിങ്ങൾക്ക് ഒരു വിജയമന്ത്രം ഉണ്ട്, ഒരു മാജിക്കൽ പവർ. നിങ്ങൾക്കും വിജയിക്കാം, നമ്പർ 1 ആകാം. നിങ്ങളെ ഒരു വിജയിയായി ലോകം അംഗീകരിക്കും. അത് നിങ്ങൾ പറയിപ്പിക്കും. അതിന് നിങ്ങളുടെ ഉള്ളിലുറങ്ങുന്ന കഴിവ് അറിഞ്ഞാൽ മാത്രം മതി. അത് ഇതുവരെ കണ്ടെത്താത്തതാണ് നിങ്ങളുടെ പ്രശ്നം. ഈ ജീവിതത്തിൽ തനിക്കൊരിക്കലും വിജയിക്കില്ല എന്ന് തോന്നുകയും അത് അസാധ്യമാണെന്ന് കാണുന്നവർ മനസ്സിനെ വീണ്ടും ബോധിപ്പിക്കുവാൻ നിങ്ങളാരാണെന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ കഴിവ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കണം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിങ്ങളുടെ ബ്രെയിൻ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ കഴിവ് 100-ൽ 1 അംശമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞാൽ അസാധ്യമായി ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ദൈവം ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഏകദേശം 1.5 കിലോഗ്രാമിന് ചോടെയുള്ള മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അപാരമായ കഴിവിൻ്റെ വളരെ കുറച്ച് മാത്രം മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ തലക്കകത്തുള്ള, നിങ്ങൾ ഇതുവരെ കാണാത്ത നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ കഴിവ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം വെറുതെ ജീവിച്ച് തീർക്കില്ല. തോൽവി സമ്മതിക്കില്ല. എനിക്ക് ടാലൻ്റ് ഇല്ല, എനിക്ക് എബിലിറ്റി ഇല്ല എന്ന് പറയുകയില്ല. എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് വൈദഗ്ധ്യമില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ആരുടെ മുന്നിലും നിസ്സാരമായി പറയുവാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുകയില്ല. നിങ്ങളുടെ കഴിവ് കണ്ടെത്താത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പലതും അസാധ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും ഭാവനയും കഴിവും എല്ലാം തരുന്ന മസ്തിഷ്കത്തിൻ്റെ ചെറിയ ഒരു ഭാഗം പോലും മനസ്സിലാക്കുവാൻ കഴിയാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. മനുഷ്യ ശരീരത്തെ നിയന്ത്രിക്കുന്ന, കാര്യങ്ങളെ വിലയിരുത്തി വിശകലനം ചെയ്യുന്ന, മസിലുകൾക്ക് പെട്ടെന്ന് പ്രതികരണശേഷി ചെയ്യുന്ന, ചിന്തയും ഭാവനയും നൽകുന്ന സൂപ്പർ കമ്പ്യൂട്ടർ തലക്കകത്ത് വെച്ചുകൊണ്ടാണ് എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുവാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. ജീവിതം ഇങ്ങനെയൊക്കെ ജീവിച്ച് തീർക്കട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്. മനുഷ്യന് ശൂന്യാകാശത്തേക്ക് പോകുവാനുള്ള ബുദ്ധി തന്നത്, ആറ്റത്തെ കണ്ടെത്തി വിഭജിക്കുവാനുള്ള കഴിവ് ഉണ്ടാക്കിയത്, സമുദ്രത്തിൽ കുഴിച്ച് ഇന്ധനം എടുക്കുവാനുള്ള ബുദ്ധി വികസിപ്പിച്ചത്, അനേകം പ്രകാശവർഷം അകലെയുള്ള നക്ഷത്രങ്ങളെ കാണുവാനുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞത്, എല്ലാം വെറും 3 പൗണ്ട് മാത്രമുള്ള ജെല്ലി പോലെയുള്ള അനേകം ചാലുകളാൽ നിർമ്മിതമായ
ഒരു കൊച്ചു പന്ത് പോലെയുള്ള മസ്തിഷ്കത്തിൻ്റെ കഴിവ് കൊണ്ടാണ്. ഒരാളുടെ മസ്തിഷ്കത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത ന്യൂറോണുകളാണുള്ളത്. 100 ബില്യൺ ന്യൂറോണുകൾ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. 1 ബില്യൺ എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ 100 ബില്യൺ ന്യൂറോണുകൾ എന്ന് പറയുന്നതിൻ്റെ സംഖ്യ എത്ര ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണല്ലോ. ഓരോ ന്യൂറോണും ഓരോ കമ്പ്യൂട്ടർ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ, വ്യത്യസ്ത പ്രവർത്തനങ്ങളുള്ള വ്യത്യസ്ത കഴിവുകൾ ചേർന്ന സൂപ്പർ കമ്പ്യൂട്ടർ. ഇങ്ങനെയുള്ള അനേകം കമ്പ്യൂട്ടറുകളുടെ കഴിവുകൾ ഒത്തുചേർന്നതാണ് നമ്മുടെ തലച്ചോർ, അതായത് ബ്രെയിൻ. 10 അല്ല, 1000 അല്ല, ലക്ഷങ്ങളല്ല, കോടിക്കണക്കിന് കമ്പ്യൂട്ടറുകളുടെ കഴിവുകൾ നമ്മുടെ തലച്ചോറിന് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 100 കണക്കിന് വ്യത്യസ്ത കഴിവുകളുള്ള വ്യത്യസ്ത പ്രവർത്തനങ്ങളുള്ള കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തന ശൃംഖല ചേർന്നതാണ് ഒരു ന്യൂറോൺ. അങ്ങനെ കോടിക്കണക്കിന് ന്യൂറോണുകൾ ചേർന്നതാണ് നമ്മുടെ തലച്ചോറ്, അതായത് നമ്മുടെ ബ്രെയിന്. അപ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ കഴിവ് എത്രയെന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ്. ഇത്രയധികം കഴിവുള്ള ബ്രെയിനാണ് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ തന്നെ ദൈവം നമുക്ക് വരദാനമായി തന്നിരിക്കുന്നത്. ഈ കഴിവ് അറിയാതെയാണ് എനിക്ക് ഒന്നും സാധിക്കുന്നില്ല, എനിക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയില്ല, ഞാൻ ജീവിതത്തിൽ അമ്പേ പരാജയമാണ് എന്നൊക്കെ വിചാരിക്കുന്നത്. അത്രയും കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിച്ചുകൊണ്ടാണ്, അത്രയും ബുദ്ധിയും ശക്തിയും ഏകോപിച്ചുകൊണ്ടാണ് തലച്ചോറ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ കഴിവ് എത്രയാണ് എന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കഴിവും വെച്ചാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത്? ഈ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടാണ് ഇന്ന് കാണുന്ന ഭൂമിയെ ഇങ്ങനെ ആക്കി മനുഷ്യൻ തീർത്തത്. എന്നും പരാജയമാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? എനിക്ക് ടാലൻ്റ് ഇല്ല, എനിക്ക് കഴിവില്ല, ഞാൻ എല്ലായ്പ്പോഴും പരാജയപ്പെട്ടു പോകുന്നു എന്ന് എങ്ങനെ പറയാൻ കഴിയും? ഈ ഭൂമിയിൽ ജനിച്ചത് വിജയിക്കുവാനാണ്. വിജയിക്കണമെങ്കിൽ നാം നമ്മുടെ കഴിവ് എത്രയെന്ന് തിരിച്ചറിയണം. നമുക്ക് ഒരു സ്വപ്നമുണ്ടായിരിക്കണം, അത് നേടിയേ തീരൂ എന്നുള്ള ഇച്ഛാശക്തി വേണം, ദൃഢനിശ്ചയം വേണം. തോൽവി ഉണ്ടായിരിക്കാം, തോൽക്കാതെ ഈ ലോകത്ത് ഒറ്റ മനുഷ്യനും വിജയിച്ചിട്ടില്ല, തോൽക്കാതെ ആരും ഈ ലോകത്ത് ഉണ്ടായിട്ടില്ല. ഒരു കല്ലിൽ വീണ്ടും വീണ്ടും തട്ടി വീഴരുത് എന്ന് മാത്രമേ ഉള്ളൂ. തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് വിജയിച്ചവരാണ് ഈ ലോകത്ത് ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും. തോറ്റാലും വിജയം സ്വന്തമാക്കും എന്ന് ദൃഢനിശ്ചയം എടുത്തവരാണ്, അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടിയവരാണ്. ചിന്തിച്ചിരുന്നാൽ മാത്രം പോരാ, പ്രവർത്തിക്കുക വേണം. തോറ്റുകൊടുക്കരുത്, പിൻവാങ്ങരുത്. ലക്ഷ്യമുണ്ടായിരിക്കണം, ലക്ഷ്യം നേടണം. അതിന് നിങ്ങൾക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കണം. തീർച്ചയായും നിങ്ങൾ വിജയിച്ചേ തീരൂ എന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യണം. ജീവിതം വെറുതെ ജീവിച്ചു തീർക്കുവാനുള്ളതല്ല എന്ന് ദൃഢമായി പ്രതിജ്ഞ ചെയ്യണം. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ആ പ്രതിജ്ഞ ചെയ്യണം. സ്വപ്നങ്ങൾ നേടിയെടുക്കുവാനായിരിക്കട്ടെ ഇനി നിങ്ങളുടെ ഓരോ നിമിഷവും. മികച്ച ചുറ്റുപാടുകൾ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാം, പണം കുറവായിരിക്കാം, സപ്പോർട്ട് ലഭിച്ചില്ല എന്ന് വരാം, ഉപദേശത്തിന് ആളില്ലാതിരിക്കാം, കൈത്താങ്ങ് കിട്ടുന്നില്ലായിരിക്കാം. ഇതൊന്നും നിങ്ങൾക്ക് വിജയിക്കുവാൻ ആവശ്യമില്ല. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കുവാൻ വേണ്ടി ഇന്ന് ഈ നിമിഷം മുതൽ പ്രവർത്തിക്കുക. ഇനി ഒരു പുതിയ തീരുമാനം നിങ്ങൾക്ക് എടുത്തേ തീരൂ. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ എനിക്ക് വിജയിക്കണം, അതിനുള്ള കഴിവ് എനിക്കുണ്ട്, ലോകത്ത് വിജയിച്ചവരെല്ലാം എന്നെ പോലെ തന്നെ കഴിവുള്ളവരാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമാണ്. എൻ്റെ കഴിവ് എനിക്കറിയാം, ഞാൻ വിജയിച്ചിരിക്കും. ലോകത്ത് വിജയിച്ചവരുടെ 1% എന്നെയും കൂടി ഉൾപ്പെടുത്തിയിരിക്കും, ഞാനും ഉണ്ടാവും. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ് എന്ന് നിങ്ങൾ ദൃഢനിശ്ചയം ചെയ്ത് ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ വിജയം സുനിശ്ചിതം.